ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അത് രാവിലെ തന്നെ എണീച്ച് പല്ല് തേക്കാണ് കേട്ടോ. പക്ഷേ ഇത് ഇന്നത്തെ പല്ല് തേപ്പോ ഇന്നലത്തെ പല്ല് തേപ്പോ ഒന്നുമില്ല, കുറേ ദിവസം മുൻപുള്ള പല്ല് തേപ്പാണ് കേട്ടോ. അതെ, നമ്മൾ മൂന്നാറിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവിടെ പോയതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീച്ചിട്ട് പല്ലൊക്കെ തേക്കാണ് ഗൈസ്. കുളിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ അവിടുത്തെ തണുപ്പ് എന്നെ അനുവദിച്ചില്ല. അതുകൊണ്ട് ഞാൻ കുളിച്ചില്ല. ജസ്റ്റ് കാലും മുഖം മാത്രം കഴുകിയിട്ട് ഞാൻ ഡ്രസ്സ് അങ്ങോട്ട് ചേഞ്ച് ചെയ്തു. പക്ഷേ ഉസ്മാൻ കുളിച്ചു കേട്ടോ. ഉസ്മാൻ ആരാ മോന്. അങ്ങനെ ഇതേ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. അപ്പോൾ ഞാൻ കുളിച്ചില്ല, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് വലിയ പുത്തിരിയല്ലല്ലോ എനിക്ക് അങ്ങനെ. അപ്പോൾ നമ്മൾ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ വിചാരിച്ചു. കാരണം നല്ല തണുപ്പായതുകൊണ്ട് ഫേസൊക്കെ നല്ല ഡ്രൈ ആവുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു, സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു. പിന്നെ അത് ആ തണുത്ത് മരവിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര തണുപ്പാണ്. ഉസ്മാനിക്ക് പക്ഷേ അത്ര തണുപ്പ് അറിയുന്നില്ലായിരുന്നു കേട്ടോ. അതെന്താ എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഇതാ എൻ്റെ സെറമോൾ വന്നു. അങ്ങനെ ഞാൻ സെറമോക്കും കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു. പിന്നെ ഹെയർ ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഹെയറൊക്കെ പോകണം, അതിക്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നേരല്ലായിരുന്നു, ഉസ്മാൻ വേഗം ഇറങ്ങാൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പെട്ടിയൊക്കെ പെറുക്കി നമ്മൾ കാറിലേക്ക് കൊണ്ടുപോയി വെച്ചു. അങ്ങനെ ഉസ്മാനെ വെയിറ്റ് ചെയ്യാണ്. ഉസ്മാന് നമ്മളെ റൂമിൻ്റെ കീ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പം നമ്മൾ നിന്ന റൂം ഇതാ ഇവിടെയാണ് കേട്ടോ. ഹോം സ്റ്റേ ആയിരുന്നു, നല്ലതായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ പോവാണ്. ഉസ്മാൻ വലിയ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട്, എന്തിനാണോ ആവോ. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് ഗൈസ്. ഇന്ന് വൈകുന്നേരം നമ്മൾ തിരിച്ച് നാട്ടിലേക്കും പോകും കേട്ടോ, അതൊരു കാര്യം. അങ്ങനെ അപ്പോൾ നമ്മൾ പോവാണ്. അങ്ങനെ എങ്ങോട്ടാ പോണേന്നൊന്നും പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഇവിടത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലായിരുന്നു. അതുകൊണ്ട് നല്ല എന്താ പറയുക, കൊളായിട്ടുള്ള ഒരു ട്രിപ്പും കൂടി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നത് വേറെ ഒന്നല്ല ഗൈസ്, നല്ല വെയിൽ മുന്നിൽ നടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കണ്ണ് മര്യാദ കാണുന്നില്ല, അതുകൊണ്ടാണ്. അല്ലാണ്ട് ഷോ ആക്കാൻ വേണ്ടിയിട്ട് ഇട്ടതല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഓ ഓളാരാ ഓള് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് മെയിൻ ആവാൻ വേണ്ടിയിട്ട് പട്ടി ഷോ കാണിക്കുകയാണെന്ന്. ഗൈസ് പട്ടി ഷോ അല്ല ഗൈസ്, നല്ല വെയിലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഈ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ അത് ആ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് മെയിൻ ആയിട്ട് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വയ്ക്ക് നല്ലൊരു വ്യൂ കണ്ടപ്പോൾ നമ്മൾ അവിടെ വണ്ടി നിർത്തി, ചായ പോലും കുടിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറേ റീൽസും കുറേ വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ ഒരു ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂറോളം നമ്മളവിടെ നിന്നിട്ടുണ്ടാവും കേട്ടോ. അവസാനം എല്ലാവർക്കും വിശന്നപ്പോൾ എല്ലാവരും പറഞ്ഞാൽ മതി, നമുക്ക് ഡാൻസ് പിന്നെ കളിക്കാം, ഇപ്പം നമുക്ക് പോയി ഫുഡ് കഴിക്കാം. അങ്ങനെ നമ്മൾ പോണ വൈകി ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊരു തട്ടുകടയിൽ നിന്ന് മറ്റേ ബ്രെഡ് റോസ്റ്റ് അത് കഴിച്ചു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയത് ഇവിടെ ഒരു ഡാം ഉണ്ട് ഗൈസ്, അത് കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടുത്തെ സ്ഥലത്തിന്റെ പേരുകളൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്ക് ഒരു പേരും അറിയില്ല ഗൈസ്. നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾ ഇവിടെ എവിടെയും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ഒരു ഡാമിലെത്തി, ഡാം കാണാൻ വേണ്ടിയിട്ട് എത്തി. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പോണ വഴിക്ക് അവിടെ നിന്ന് ഒരു ചേട്ടനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഡാം എപ്പോഴാണ് ഓപ്പൺ ആവുക. അപ്പോൾ ചേട്ടൻ പറഞ്ഞു മോളെ ഇത് മാർച്ച് മെയ്യിലൊക്കെ ഓപ്പൺ ആവുള്ളൂ എന്നാണ്. മീൻസ് ഡാം തുറക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ വന്നിട്ട് മാർച്ച് ആയി തോന്നുന്നു, ഇപ്പം ചിലപ്പോൾ തുറന്നിട്ടുണ്ടാവും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് എലിഫന്റ് വാലി പറയുന്ന പാർക്കിലേക്കാണ് കേട്ടോ. അങ്ങനെ അവിടേക്ക് പോയപ്പോൾ നമ്മൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ പോയപ്പോൾ അവിടെ ഒരു കുട്ടി പാർക്കാണ് കേസ്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് കയറി. പിന്നെ ഇവിടെയൊക്കെ ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര പൈസയാണ് കേട്ടോ. എന്ത് ചെയ്യുകയാണെങ്കിലും, എന്തിൽ കയറാണെങ്കിലും, എവിടെ പോവുകയാണെങ്കിലും ഒക്കെ. അങ്ങനെ നമ്മൾ അവിടെ പോയപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ കാപ്പാട് ബീച്ച് പോലെ ആട്ടോ എനിക്ക് തോന്നിയത്. അവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു ശരിക്കും. പിന്നെ ഒരു പുഴയുണ്ടായിരുന്നു കേട്ടോ, നല്ല കാറ്റുണ്ടായിരുന്നു. അത് കുറച്ച് എന്താ പറയുക വേർത്തായിട്ട് തോന്നി കേട്ടോ. അതാണ് ഇപ്പോൾ അവിടെ പോയിട്ട് കുറച്ചുകൂടി ലാഭമായിട്ട് തോന്നിയത് കേട്ടോ. പിന്നെ അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് യെസ് റോക്ക് കേവ് എന്ന് പറയുന്നത് ഈ കേവിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ. ഇത് ഭയങ്കര സംഭവമാണ്, ഗുണ കേവ് ആണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ കയറിപ്പോയി. ഉസ്മാൻ അവിടെ നിന്നിട്ട് എന്തോ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു കയറി എന്തെങ്കിലും കയറാത്ത, നിങ്ങൾ എല്ലാവരും കയറിയിട്ട് വേണം എനിക്ക് വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കയറുമ്പോൾ ഇൻ്റെ റബ്ബില്ലാലമീനായ തമ്പുരാനേ എന്തൊരു നാറ്റാണെന്നറിയോ. ഈ കേവിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മൾ വിചാരിച്ചു ഉള്ളിലോട്ടൊക്കെ കുറേ സ്ഥലം പോകാനുണ്ടാവും, അങ്ങോട്ട് ഉള്ളിലോട്ടൊക്കെ കയറി കഴിഞ്ഞപ്പോൾ ആദ്യം ഒന്നും കാണില്ലായിരുന്നു. പിന്നെ ഫ്ലാഷ് ലൈറ്റ് അടിച്ചപ്പോൾ എന്താ പറയുക മനസ്സിലായത് ഇതാകെ ഈ കാണുന്ന ഈ ഒരു സംഭവം ഉള്ളൂ എന്നുള്ളത്. അങ്ങോട്ടും പോകാനില്ല, അത്ര ഒന്നും പോകാനില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ നല്ല മൂത്രത്തിൻ്റെ നാറ്റം. എനിക്ക് തോന്നുന്നു മൂന്നാറിലുള്ള എല്ലാവരും ഇവിടെയാണ് വന്ന് മൂത്രയിക്കുന്നത്. അത്രയും നാറ്റായിരുന്നു. പഠിച്ചവനെ വൃത്തികെട്ട നാറ്റം എന്ന് പറഞ്ഞാൽ എമ്മാതിരി നാറ്റം, എന്തോ ആസിഡ് പാർന്ന അവസ്ഥയായിരുന്നു കേട്ടോ. നമ്മൾ കയറി അതേപോലെ തന്നെ ഇറങ്ങി. പഠിച്ചവനെ നിങ്ങൾ ആരും ഇതിൻ്റെ ഉള്ളിൽ കയറി പോവരുത്, അങ്ങനെ നാറ്റാണ്. പിന്നെ മൂത്രത്തിൻ്റെ നാറ്റൊക്കെ സഹിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ കയറിക്കോ. കാരണം ഇതൊന്നാമത് ഈ മൊത്തത്തിൽ അടഞ്ഞു നിൽക്കുകയാണല്ലോ. അപ്പോൾ ഭയങ്കര നാറ്റാണ് കേട്ടോ. പിന്നെ അതിൽ കാണാൻ മാത്രം ഒന്നുമില്ല. നമ്മൾ ഇതിൻ്റെ തലേന്ന് പോയപ്പോൾ ഒരു 5 മണിയായി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 5 മണിക്ക് ശേഷം എല്ലാവരും
മൂത്രയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറുന്നതെന്ന് കേട്ടോ. ഓക്കെ, അങ്ങനെ അതാണ് അവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് ആരും അതിനെ അവിടെ പോയാൽ അതിൻ്റെ ഉള്ളിലൂടെ കയറാൻ നിൽക്കണ്ട. പിന്നെ അതാ പതിവ് പോലെ തന്നെ ഉസ്മാന് നമ്മളെ കാറിൻ്റെ കീ ഉള്ളിൽ വെച്ചിട്ട് ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് നമ്മൾ പോയിട്ടോ. നമ്മൾ ആ കേവ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് പോയത്. പോയി വന്നപ്പോഴാണ് മനസ്സിലായത് കീ കാണുന്നില്ലായിരുന്നു. അപ്പോൾ കീ നോക്കിയപ്പോഴാണ് കീ ഇതിൻ്റെ ഉള്ളിലാണുള്ളത് കണ്ടത്. സ്വാഭാവികം, രണ്ടാമത്തെ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം പോയി ചോളമൊക്കെ കഴിച്ച് കുറച്ച് റൂബിക്ക ഉപ്പിലിട്ടൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ കാറ് നമ്മൾ കുത്തിപ്പൊളിച്ച് അവസാനം നമ്മൾ കാറും എടുത്ത് ഒരു ഹോട്ടൽ തിരഞ്ഞ് ഒരു ഹോട്ടലിൽ എത്തി കേട്ടോ. ഇവിടെ ഹോട്ടലൊക്കെ നോക്കി നോക്കി നമ്മൾ മടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവസാനം ഒരു ഹോട്ടൽ കിട്ടി. അപ്പം നമ്മളൊന്നും നോക്കില്ല, അങ്ങോട്ട് കയറിയിരുന്നു. അങ്ങനെ ഫ്രൈഡ് റൈസും അതുപോലെ അൽഫാമൊക്കെ പറഞ്ഞ് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഇവിടെ വരുമ്പോൾ എന്തായാലും നമ്മൾ ഫുൾ പ്ലാൻ ചെയ്തിട്ട് മാത്രം വരിക. പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് ഭയങ്കര സംഭവക്കാന്നൊന്നും വിചാരിക്കരുത്, ഒരിക്കലും നടക്കില്ല. എനിക്ക് ഈ ഒരു പോക്കിൽ മനസ്സിലായ ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബില്ലൊക്കെ കിട്ടിയപ്പോൾ എല്ലാവരും മുഖന്നൊക്കെ സന്തോഷമായില്ലേ. അങ്ങനെ ബില്ലൊക്കെ വാങ്ങി ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ നേരെ പോയത് അങ്ങോട്ടേക്ക് വെച്ചാൽ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് ഗൈസ്. ഇത് മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് കേട്ടോ. അങ്ങനെ അവിടെ പോയി. ഇവിടെ പോയത് കുറച്ച് എന്താ പറയുക നല്ലതായിട്ട് തോന്നി കേട്ടോ. ഇപ്പോൾ പോയതിൽ വെച്ചിട്ട് എനിക്കിഷ്ടമായത് ഈ ഒരു സ്ഥലത്ത് പോയതാണ് കേട്ടോ. പിന്നെ പോയപ്പോൾ തന്നെ എന്താ ഫിഷ് സ്പാ ഉണ്ടായിരുന്നു ഗൈസ്. ഞാനൊരു വട്ടം ഈ ഫിഷ് സ്പാ ചെയ്തതാണ് കേട്ടോ, ഫിഷ് സ്പാ. ഓക്കെ, അപ്പോൾ പക്ഷെ സെറ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചു എന്നാ ചെയ്യാൻ. അങ്ങനെ നമ്മളവിടെ റേറ്റ് വെച്ചപ്പോൾ അവർ പറഞ്ഞു 200 രൂപ. അപ്പം നമ്മൾ പറഞ്ഞു നമ്മളെ നാട്ടിലൊക്കെ 100 രൂപ 50 രൂപയൊക്കെ നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന്. അപ്പോൾ ഒരു പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ അവിടെ പോയി ചെയ്തോളൂ. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങി കുറച്ചുകൂടി റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ റീൽസ് എടുക്കാൻ പറ്റിയ സ്ഥലമൊക്കെ തപ്പിപ്പോയി. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല നടപ്പാതിരായിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൈസ് ഈ ഒരു പരിപാടി തുടങ്ങിയിട്ടോ. ഈ പരിപാടിൻ്റെ പേര് എനിക്ക് അറിയില്ല ഗൈസ്, എന്തോ വാട്ടർ വെച്ചിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. പാട്ടും അതേപോലെ ഈ ഒരു ലൈറ്റിങ്ങും പിന്നെ ഈ വെള്ളം കൊണ്ടുള്ള ഈ പരിപാടി വെള്ളം കളിയൊക്കെ അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ പേരാരാന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് ശരിക്ക് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പൊ അങ്ങനെ ഇനിയും ഡാൻസ് കളിക്കുന്ന കാണിച്ചാൽ കോപ്പിറൈറ്റ് കിട്ടും എന്നുള്ളത് കൊണ്ട് ഞാനിവിടെ പാട്ട് മ്യൂട്ടാക്കാണ് ഗൈസ്. അങ്ങനെ അപ്പൊ പിന്നെ അത് അവിടെ അസ്ലമിന് കാലിന് തീരെ വയ്യായിരുന്നു കേട്ടോ. അപ്പൊ അത് കാലിന് കുറച്ച് നീര് വന്നുകൊണ്ട് ഈ സംഭവം റോൾ ചെയ്തുകൊണ്ട് നിൽക്കാണ് കേട്ടോ. അസ്ലമിന് കാലിന് ചെറിയൊരു സർജറി കഴിഞ്ഞതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞു. നമ്മൾ ടാറ്റ ബൈ ബൈ സി യു ഒക്കെ പറഞ്ഞിട്ട് പോവാന്നാണ് വിചാരിച്ചത്. പക്ഷെ പോകുന്ന വഴിക്കാണ് നമ്മൾ വിചാരിച്ചത് ഓക്കെ എന്തായാലും ഫിഷ് സ്പാ ചെയ്തിട്ട് പോവാന്ന്. അങ്ങനെ നമ്മൾ ഫിഷ് സ്പാ ചെയ്യാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. 200 രൂപയെങ്കിൽ 200 രൂപ, 360 എന്നിട്ട് ഫിഷ് സ്പാ ചെയ്തില്ലേലും മോശമല്ലേ. അങ്ങനെ അവിടെ കയറി നമ്മൾ ഫിഷ് സ്പാ റബ്ബേ അതൊക്കെ ചെയ്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പം എന്തായാലും എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം. ടാറ്റ ബൈ ബൈ.